ഹലോ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ഇന്നലെ കോഴിക്കോട് നിന്ന് പുറപ്പെട്ട് അബുദാബി വഴി ഫ്രാങ്ക്ഫർട്ടിൽ ഇന്നലെ രാത്രി എത്തിച്ചേർന്നു. തെക്ക് പടിഞ്ഞാറൻ ജർമ്മനിയിലെ നെക്കാർ നദിക്കരയിലുള്ളൊരു പട്ടണമാണെന്ന് നിങ്ങൾക്കറിയാം, ഹൈഡൽബർഗ്. അങ്ങനെ 14-ാം നൂറ്റാണ്ടിൽ സ്ഥാപിതമായിട്ടുള്ള ഈ ഹൈഡൽബർഗ് സർവകലാശാലയ്ക്ക്, ഇവിടുത്തെ ഒരു യൂണിവേഴ്സിറ്റിക്ക് വളരെ പേര് കേട്ടതാണ്. പലരും അത് അറിഞ്ഞിട്ടുണ്ടാവും അല്ലേ. അങ്ങനെ ഇതിൻ്റെ ഒരു കഫേ ലൈൻ ചെയ്തിട്ടുള്ളൊരു മാർക്കറ്റ് പ്ലേസിന് മുകളിലാണ് ഗോത്തിക് ഹൈലിംഗ് ഗസ്റ്റ് കിർച്ചെ പള്ളി ഉള്ളത്. അപ്പോൾ നവോത്ഥാന വാസ്തുവിദ്യയുടെ ശ്രദ്ധേയമായൊരു ഉദാഹരണമാണ് ഈ ഹൈഡൽബർഗ് കോട്ടയുടെ ചുവന്ന മൺകല്ലിൻ്റെ അവശിഷ്ടങ്ങൾ. അത് ഈ കോണിങ് സ്റ്റൂൾ കുന്നിൻ്റെ മേലെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് പലർക്കും അറിയണ്ടാവും. അപ്പോൾ ഈ റൗൾബർഗ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത്. അത് ജർമ്മനിയിലെ ബർഗിലെ റീനെക്കർ ക്രീസ് ജില്ലയിലെ ഒരു പട്ടണമാണ് കേട്ടോ. അവിടെയുള്ള പ്രശാന്ത സുന്ദരമായ ഒരു സ്ഥലത്തുള്ള ഗൃഹത്തിലാണ്, എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ പുറത്തേക്കൊന്നും പോയില്ല. വന്ന ഉടനെ നിങ്ങളോട് 2 വാക്ക് സംസാരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബർഗിലെ ക്രേസ്കൗ വൈൻ മേഖലയിൽ സ്ഥിതി ചെയ്യുന്നതാണ് ഈ റൗൺബർഗ് എന്ന് പറഞ്ഞത്. പ്രധാനമായിട്ടും പ്രാദേശിക വൈൻ ഉൽപ്പാദനമാണ് അത്ര ഇവിടെ നടക്കുന്നത്. അതിൻ്റെ ഒരു വലിയ നവ റൊമാൻസിക് പള്ളി, ഒരു പ്രധാന ജർമ്മൻ ഓട്ടോബാനിക്ക് അടുത്തുള്ളൊരു സൗകര്യപ്രദമായ ഈ സ്ഥലം പേര് കേട്ടിട്ടുള്ളതാണ്. അങ്ങനെ മുന്തിരിത്തോട്ടങ്ങളുടെ നാടാണ് ശരിക്കും ഇവിടെ. ഇപ്പോൾ മുന്തിരിവള്ളികളൊക്കെ ഉണങ്ങിപ്പോയി, ഇതിൻ്റെയൊക്കെ വിളവെടുപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ക്രേസ്ഗൌവിലെ ഉരുളൻ കുന്നുകളിൽ ആഴത്തിൽ സ്ഥിതി ചെയ്യുന്ന റൗൺബർഗ് പ്രാദേശിക മുന്തിരിത്തോട്ടങ്ങൾക്ക് ഏറെ പ്രശസ്തമാണ്. പിന്നെ വൈനറികളുണ്ട് ഇവിടെ. ഇതിപ്പോൾ ഞാനിപ്പോൾ വന്ന് കയറിയതേ ഉള്ളൂ. ഞങ്ങളുടെ വീടിൻ്റെ ചുറ്റുപാട് മാത്രം ഒന്ന് കാണിച്ചു തന്നതാണ്. താങ്ക് യു.